എന്തൊക്കെ ബഹളങ്ങളാണ്. ഭഗവൻ കേസരിയുടെ റീമേക്ക്, ട്രെയിലറിൽ ജെമിനി AI. അയ്യാ, ഇത് തളപതി പടം. ജനനായകൻ ജനുവരി 9-ാം തീയതി റിലീസിനെത്തുമ്പോൾ നിങ്ങൾ ജെമിനി AIയോ ഭഗവൻ കേസരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര പേഴ്സണലാണ്, ഇത് ഭയങ്കര ഇമോഷണലാണ്. ഇനിയിപ്പോൾ ഭഗവൻ കേസരി തന്നെ എടുത്തു വെച്ചാൽ പോലും FDFS കാണും എന്ന് നിർബന്ധമുള്ള ദളപതി ആരാധകരുണ്ട്. അവർ പോയി കാണും. അതിപ്പോൾ അവർ മാത്രമല്ല, കുടുംബ പ്രേക്ഷകരും ആ സിനിമ പോയി കാണും. കാരണം ഇത് പോസ്റ്റ്മോർട്ടത്തിനേക്കാളും ഉപരി ആ മനുഷ്യനെ അവസാനമായിട്ട് സ്ക്രീനിൽ കാണുക എന്നൊരു ആവേശത്തിന് പുറത്തും ആഗ്രഹത്തിന് പുറത്തും ഈ സിനിമ കാണുന്നതാണ്. ഇപ്പോൾ ജനനായകൻ എന്ന സിനിമയുടെ ട്രെയിലർ അട്ടർ ഫ്ലോപ്പായിരുന്നെങ്കിൽ പോലും ആ ട്രെയിലർ കൊണ്ടൊന്നും അല്ല ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ തിരക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ട്രെയിലറിനൊക്കെ എത്രയോ മുൻപാണ് കേരളത്തിൽ ജനനായകൻ്റെ തിയേറ്റർ ബുക്കിംഗ് ആരംഭിച്ചത്. അപ്പോൾ തന്നെ രാവിലെ 6 മണിക്കുള്ള ഷോ എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായി മാറി. തമിഴ്നാട്ടിൽ ഈ സിനിമയുടെ ട്രെയിലറിന് ശേഷമാണ് അവിടെ ബുക്കിംഗ് ആരംഭിച്ചത്. എഴുതി തരാം, അവിടെ ട്രെയിലർ റിലീസാവുന്നതിന് മുന്നേ ആയാലും ശേഷമായാലും അവിടെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ദളപതി കോട്ടയാണ്. അവിടെ ആളുകൾ കയറും, ഇടിച്ച് കയറും. ഇപ്പോൾ ട്രെയിലറിൽ 23-ാമത്തെ സെക്കൻഡിൽ 0.4 സ്പീഡിൽ വെച്ച് നിങ്ങൾ ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ വലത്തെ വശത്ത് താഴെ ഒരു ജെമിനി AI ലോഗോ കാണാം എന്നൊക്കെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ജെമിനി AI ലോഗോ ഉണ്ട്, അത് ടെക്നിക്കൽ പരമായിട്ടുള്ള ഡിഫക്റ്റാണ്. അത് അവരുടെ കുറ്റം തന്നെയാണ്, തർക്കമൊന്നുമില്ല. 400 കോടി പടം, അതിനകത്ത് 275 കോടി രൂപയോളം സാലറി വിജയ്ക്ക് കൊടുക്കുന്നു. ബാക്കിയുള്ള ബഡ്ജറ്റ് വെച്ച് 125 കോടി രൂപയ്ക്ക് ആ സിനിമ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 400 കോടി ബഡ്ജറ്റാണല്ലോ സിനിമ, അതാണല്ലോ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും ആ സിനിമയ്ക്ക് 400 കോടി ഉണ്ടെങ്കിൽ ഇമാതിരിയുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പോസ്റ്റ്മോർട്ടത്തെക്കാൾ ഉപരി ഈ സിനിമയെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഈ സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങുക, കാണുക, അല്ലെങ്കിൽ ആ മനുഷ്യനെ അവസാനമായിട്ട് തിരശീലയിൽ കാണാൻ കഴിയുക എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഈ പോസ്റ്റ്മോർട്ടം സെഷൻ നമ്മൾ ഒഴിവാക്കുന്നത്. പക്ഷേ ആസ് എ സിനിമ എന്ന രീതിയിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഡിഫക്റ്റ് തന്നെയാണ്. അവർക്ക് ചെക്ക് ചെയ്യാമായിരുന്നു, നോക്കാമായിരുന്നു, ഒരു അറ്റ്ലീസ്റ്റ് ഒരു പ്രീമിയം എങ്കിലും വാട്ടർമാർക്ക് പോലും ഇല്ലാത്തൊരു ലോഗോ എങ്കിലും വെച്ച് ചെയ്യാമായിരുന്നു എന്നുള്ളതൊക്കെ തോന്നിപ്പോയി. പക്ഷേ അതൊന്നും, ഞാൻ പറയുന്നത് അതൊന്നും ഈ ശോഭ കെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിട്ടൊന്നും അല്ല എനിക്ക് തോന്നുന്നത്. വിജയ് പടമാണ് ഇത്. പറയുന്ന പോലെ ഇതിനകത്ത് വേറെ ലോജിക്ക് നോക്കി അല്ലെങ്കിൽ നോളൻ പടം കാണുന്നത് പോലെ അങ്ങനെ എടുത്ത് കാണുന്നതൊന്നുമല്ലല്ലോ. തിയേറ്ററിൽ വരിക, ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ ആഘോഷിക്കുക, അർമാദിക്കുക, തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോവുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഭഗവൻ കേസരിയുടെ റീമേക്ക്, അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ടൊന്ന് സംസാരിക്കാം. ഭഗവൻ കേസരി എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട ഒരു പ്രേക്ഷകനായിരുന്നു ഞാൻ കണ്ടത് തെലുഗു ഓഡിയൻസിൻ്റെ കൂടെയാണ്. ആ സമയത്ത് ഈ സിനിമ എനിക്ക് വർക്കായതുപോലെ വേറെ ആർക്കും വർക്കായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ സിനിമ എനിക്ക് നല്ലോണം വർക്കായി. തിയേറ്ററിൽ ഭയങ്കരമായ ബ്ലാസ്റ്റ് ആയിരുന്നു. അത് ഈ ബാലയ്യ പടത്തിൻ്റെ ടെംപ്ലേറ്റ് ഫോർമുലയിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. ഇന്ന് ഭഗവൻ കേസരിയെ അന്ന് പുച്ഛിച്ച ദളപതി ആരാധകർ ഇന്ന് അതിനെ വാഴ്ത്തിപ്പാടുന്നു എന്നുള്ള സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അന്ന് ഭഗവൻ കേസരി ഇഷ്ടപ്പെട്ട ഒരു ചെറിയ സമൂഹം ആളുകളിൽ ഉൾപ്പെടുന്ന ഒരു പ്രേക്ഷകൻ കൂടിയായിരുന്നു ഞാൻ. ഈ സിനിമ അന്ന് തിയേറ്ററുകളിൽ കാണുമ്പോൾ കിട്ടുന്നൊരു വൈബുണ്ട്. അതായത് അന്ന് വരെ ബാലയെ ട്രോളുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഓഡിയൻസിൽ ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു ഭഗവൻ കേസരി എന്ന് പറയുന്നത്. അതിനകത്ത്, ആ സിനിമയ്ക്കകത്ത് സംസാരിക്കുന്ന കുറേ ലെയേഴ്സ് ഉണ്ട്. ഇൻഫാക്ട് പൊളിറ്റിക്കൽ ലേയേഴ്സ് ഉണ്ട്, സോഷ്യലി സംസാരിക്കപ്പെടേണ്ട ലേയേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു വിജയ് ഫോർമുലയ്ക്ക് കൃത്യമായ ആസ്പെക്റ്റുള്ള ടെംപ്ലേറ്റുകളുള്ള ഒരു പ്രോജക്റ്റാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ കൃത്യമായിട്ട് ദളപതിക്ക് ചെയ്യാൻ കഴിയുന്ന അതേ ടെംപ്ലേറ്റുകൾ ആ സിനിമയിലുണ്ട്. അതുകൊണ്ട് ഇതൊരു ദളപതി സിനിമയാക്കി മാറ്റാൻ വേണ്ടി HP വിനോദിന് അധികം കഷ്ടപ്പെടേണ്ടി ഒന്നും വന്നില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ബട്ട് ഇതൊരു ഭഗവൻ കേസരി സിനിമ മാത്രമല്ല എന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട്. കുറേ അധികം വേറെ എലമെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ബോബി ഡിയോളിനെ കൊണ്ടുവരുമ്പോഴും റോബോട്ടിനെ കൊണ്ടുവരുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് കുറച്ചുകൂടെ പൊളിറ്റിക്സ് കുറച്ചുകൂടെ ആഡ് ചെയ്യുമ്പോഴും ഒക്കെ കാണാം. പിന്നെ ഈ സിനിമ ജനനായകൻ ഓഫ് കോഴ്സ് വിജയുടെ അവസാനത്തെ സിനിമയാണ്. 2026 തുടക്കത്തിൽ വരുന്ന സിനിമയാണ്. 2026 മധ്യേ തമിഴ്നാട്ടിലെ ഇലക്ഷനാണ്. സിനിമ ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് മീഡിയം. അത് ചെയ്യുന്നത് ഇതുപോലൊരു സൂപ്പർ സ്റ്റാർ കൂടിയാണെങ്കിൽ അയാൾക്ക് സംസാരിക്കാൻ ഒരു 100 വേദികളിൽ സംസാരിക്കുന്നതിനേക്കാളും ഒരൊറ്റ സിനിമ ഇറക്കിയാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ്. അതായത് അയാൾ പോയി ഒരു 100-1000 സ്ഥലത്ത് പോയി പ്രസംഗിക്കുന്നതിനേക്കാളും നല്ലത് ഇത്രയും വലിയൊരു മാസ് മീഡിയത്തിൽ അയാൾക്ക് പറയാനുള്ള സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും പണിയും കുറഞ്ഞു കിട്ടി ജനങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയുമായി. അത് തന്നെയാണ് ജനനായകൻ്റെയും ഫോർമുല. അത് ട്രെയിലറിൽ നിന്നും കൃത്യമാണ്. തുടക്കത്തിൽ തന്നെ 2 ആനകൾ ഇങ്ങനെ സല്യൂട്ട് അടിച്ച് നിൽക്കുകയും അതിൻ്റെ നടുവിലൂടെ വിജയ് വരുന്നതും തമിഴക വെട്രിക്കഴകത്തിൻ്റെ കൊടി പോലെ തന്നെയാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം തളപതി വെട്രിക്കൊണ്ടൻ എന്നാണ് വിജയുടെ പേര്. ഒന്ന് ഷോർട്ടാക്കിക്കേ, TVK. തമിഴക വെട്രിക്കഴകം, തളപതി വെട്രിക്കൊണ്ടൻ. ഇതുപോലെ
ഈ TVK ആയിട്ട് ബന്ധപ്പെട്ടുള്ളതോ അല്ലെങ്കിൽ വിജയ്ക്ക് ഇതുപോലുള്ള ഈ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട സംസാരങ്ങളോ, ലാസ്റ്റ് ചാട്ടവാറിൽ രാഷ്ട്രീയക്കാരെ അടിക്കുന്നത് ഉൾപ്പെടെ DMKക്കും ADMKക്കും കൊടുക്കുന്ന അടിയാണ്. ഇതൊക്കെ കൃത്യമാണ്. അതായത് വിജയ് ഇതിനകത്ത് പൊളിറ്റിക്സ് ചേർത്തിരിക്കും. ഭഗവൻ കേസരി എന്ന സിനിമയുടെ ഒരു ടോപ്പ് ലേയിങ് മാത്രമായിരിക്കും അത്. പക്ഷേ വിജയുടെ ഒരു പ്രസംഗം കാണും, വേണമെങ്കിൽ വിജയ് ഇതിനകത്ത് എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലുള്ള ഒരു ജൈജാൻറ്റിക് ക്ലാസ് കാണും, എല്ലാം ഉണ്ടാവും. കാരണം അയാൾക്ക് ഇതിനേക്കാളും ബെസ്റ്റ് മീഡിയം വേറെ യൂസ് ചെയ്യാനില്ല. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് പുറത്തു വന്നല്ലോ. ഏത് തളപതി തിരുവിഴ എന്ന ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് പുറത്തുവിട്ടു. 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഓഡിയോ ലോഞ്ചിൽ വിജയുടെ പ്രസംഗം സാധാരണയായി, വിജയുടെ പ്രസംഗം മാത്രം ഒന്ന് ഡൈസെക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണയായി മറ്റ് സിനിമകളുടെ ഓഡിയോ ലോഞ്ചിൽ പോലെ വിജയ് അങ്ങനെ ഭയങ്കരമായി സംസാരിച്ചിട്ടില്ല ഈ സിനിമയിൽ. എല്ലാവരെയും നന്ദി പറഞ്ഞ് തൻ്റെ ക്രൂവിനെയും കാസ്റ്റിനെയും ഒക്കെ നന്ദി പറഞ്ഞിട്ട് ഒരു കഥയിൽ അവസാനിപ്പിച്ചിട്ട് തന്നെയാണ് പോയത്. പക്ഷേ അതിനകത്ത് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഈ തമിഴക വെട്ടക്കഴകവുമായി ബന്ധപ്പെട്ടോ ഒന്നും സംസാരിച്ചിട്ടില്ല. കാരണം അയാൾക്ക് സംസാരിക്കാനുള്ള എല്ലാം അയാൾ സിനിമയിൽ സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല മലേഷ്യയിൽ പോയിട്ട് അങ്ങനെ ഒരു കാര്യം സംസാരിക്കാനും പാടില്ല. അതുകൊണ്ട് അതൊന്നും സംസാരിക്കാതെ താരതമ്യേന ഡ്യൂറേഷൻ കുറഞ്ഞ ഒരു സ്പീച്ചാണ് നമ്മൾ ജനനായകനിൽ കാണുന്നത്. ഇതെല്ലാം അതിൻ്റെ ഒരു ആസ്പെക്റ്റും കൂടി ആയിട്ട് വേണം തന്നെ കണക്കാക്കാൻ. മാത്രമല്ല വിനോദിനെ പോലൊരു സംവിധായകൻ, അദ്ദേഹം ലാസ്റ്റ് ചെയ്ത 2 സിനിമകൾ, വലിമയും തുനിവും, അജിത്തിനെ വെച്ച് ചെയ്ത 2 സിനിമകളും പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ വിനോദിന് ഒരു കംബാക്ക് വളരെയധികം അത്യാവശ്യമാണ്. ആ കംബാക്ക് എങ്ങനെ കിട്ടും? ജനനായകൻ പോലൊരു സിനിമ വിജയ് പോലൊരു താരത്തെ വെച്ച് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അതിന് കുറച്ചെങ്കിലും, അതായത് ഒരു ആവറേജ് പ്ലസ് ബിലോ ആവറേജിനേക്കാൾ ഉപരി ഒരു ആവറേജ് പ്ലസ് എബവ് ആവറേജ് റിപ്പോർട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ സിനിമയിലേക്ക് തള്ളിക്കയറും. ആൻഡ് ജനനായകൻ്റെ ഈ ഒരു ഓളം അറ്റ്ലീസ്റ്റ് ഒരു സാധാരണ റണ്ണിങ് ടൈം എന്ന രീതിയിൽ പോയപ്പോഴും ജാനുവരി 9 തൊട്ട് ജാനുവരി 30 വരെ ഒരു മാസം മുഴുവൻ ജനനായകൻ്റെ ഒരു എഫക്റ്റ് കാണും. പിന്നീട് അത് OTTയിൽ വരുമ്പോൾ വീണ്ടും സംസാരമാകും. അതിനുശേഷം പിന്നീട് ഇലക്ഷൻസ് വരും. ഈ ഇലക്ഷൻസ് വരുമ്പോഴേക്കും ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ വിജയ് വീണ്ടും ഇറങ്ങും. സ്വാഭാവികമായിട്ട് ഈ സിനിമയുടെ ഓളം പ്ലസ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന വിജയ് ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് 2026 തമിഴ്നാട് ഇലക്ഷൻസ് മാറാൻ എന്നുള്ളൊരു ചിന്തയിലും വ്യാമോഹത്തിലും തന്നെയാണ് വിജയ് നിൽക്കുന്നത്. വ്യാമോഹം എന്ന് പറയാൻ കാരണം ഇത്രയധികം ലെഗസി ഒന്നുമില്ലാതെ വെറും 2 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന വിജയ് പിന്നീട് ജനങ്ങളുമായിട്ട് സംസാരിച്ചതിന് ശേഷമുള്ള കോൺഫിഡൻസ് കൃത്യമാണ്. അയാൾക്ക് 2026 CM സീറ്റ് തന്നെയാണ് വേണ്ടത്, അതിനകത്തൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ 33 വർഷമായിട്ട് സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന വിജയ് ഇനി അടുത്ത 33 വർഷം ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ ജീവിക്കുകയുള്ളൂ, സേവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താൻ സിനിമയെ വിട്ടുകൊടുക്കറിങ്ങേ എന്ന് പറഞ്ഞിട്ട് വിജയ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതായത് തനിക്കെല്ലാം തന്ന സിനിമയെ വിട്ടുകൊടുത്തുകൊണ്ടാണ് വിജയ് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. എൻ്റെ ജീവിതം തന്നെ ഞാൻ പുതിയൊരു രീതിയിലേക്ക്, പുതിയൊരു ദിശയിലേക്ക് മാറ്റുന്നു, അതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് തന്നെയാണ് വിജയ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓഡിയോ ലോഞ്ച് വെറും ഒരു ഓഡിയോ ലോഞ്ച് അല്ലാതാവുന്നതും അത് ഒരു പറയപ്പെടാത്ത ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അത് പുറമേ നോക്കുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ മീറ്റിംഗ് ഒന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് ആ ഓഡിയോ ലോഞ്ച് പോകുന്ന രീതിയിൽ വെച്ചൊക്കെ കാണാം. ഇറ്റ് വാസ് എ ഫെയർവെൽ, ഇറ്റ് വാസ് എ ട്രിബ്യൂട്ട് ടു വിജയ്. ആ ട്രിബ്യൂട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വിജയ് ഇനി അവസാനിക്കരുത്, വിജയ് ഇനിയും സിനിമകൾ ചെയ്യണമെന്നുള്ള മറ്റ് താരങ്ങളുടെ അഭ്യർത്ഥന. അനിരുദ്ധിൻ്റെ ഒരു കോൺസേർട്ട് ഉൾപ്പെടെ അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് യാർ പെട്ര മകനോ എന്ന പാട്ട് ഉൾപ്പെടെ പാടുമ്പോൾ പോലും എല്ലാവരും ഇമോഷണലായി ബൈൻഡ് ചെയ്യുക. വിജയ് ഇനി പോകാൻ പോകുന്നത് പൊളിറ്റിക്സിലേക്കാണ്, അപ്പോൾ അവിടെ വിജയ്ക്ക് ആശംസകൾ നേരുക. ഇങ്ങനൊരു കളക്റ്റീവ് എഫേർട്ട് ആ ഓഡിയോ ലോഞ്ചിൽ മുഴുവനുണ്ട്. ഇത് ഇൻഡയറക്ട്ലി ജനങ്ങൾക്കിടയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നൊരു സാധനം വിജയ് വേണം. വിജയ് ഇനിയും നിലനിൽക്കണമെങ്കിൽ വിജയ് പൊളിറ്റിക്സിലെങ്കിലും സാന്നിധ്യം വേണം. കാരണം സിനിമകളിൽ നിന്നും വിരമിക്കാൻ തയ്യാറെടുക്കുന്ന വിജയെ ജയിപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും വിജയ് കിട്ടുള്ളൂ എന്നുള്ളൊരു ഇഞ്ചക്ഷൻ, അത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് ജനങ്ങൾക്കിടയിൽ. അത് വരികയാണെങ്കിൽ ഇഫ് ദാറ്റ് വർക്ക്സ് ഔട്ട്, അത് തന്നെയാണ് ഓഡിയോ ലോഞ്ചിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. ജനനായകനിൽ സ്വാഭാവികമായും വിജയ് അതിനുള്ള എല്ലാ എലമെൻസും ചേർക്കും. ഈ സിനിമ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വിജയുടെ ഐഡിയോളജി അല്ലെങ്കിൽ തമിഴക വെട്ടക്കഴകത്തിൻ്റെ ഐഡിയോളജീസ്, അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യങ്ങൾ, ഫോർമുല എല്ലാം അവർ സംസാരിക്കും. ആ സംസാരിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് മീഡിയമായിട്ട് തന്നെ വിജയ് ഈ സിനിമ യൂസ് ചെയ്യും. കാരണം വിജയ് പറയാറുള്ളത് പോലെ തന്നെ എന്നെ പിടിച്ച കോടിപ്പേരുകൾ ഇറുക്കാങ്ക വെളിയിലെന്ന് പറയുമ്പോൾ അത്രയും കോടിക്കണക്കിന് ആളുകൾ ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും തമിഴ്നാട് സിനിമാ മേഖല തന്നെ വിജയ് സിനിമകൾ ഇറങ്ങുമ്പോൾ ഓരോ സ്കീമാറ്റിക്സ് മാറുന്നത് പോലെ വിജയുടെ അവസാനത്തെ സിനിമയാകുമ്പോഴേക്കും അതനുസരിച്ചുള്ളൊരു ഓളം ഉണ്ടാകും. അത് പൊളിറ്റിക്സിലേക്കും കൂടെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിജയുടെ ഫോർമുല ദാറ്റ്സ് ഇറ്റ്. അതിപ്പോൾ ആരായാലും ചെയ്യുന്ന അതേ രീതിയിലുള്ള ഫോർമുല തന്നെയാണ് വിജയ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനനായകൻ വിജയുടെ അവസാനത്തെ സിനിമയാകുമ്പോൾ പോലും അതിനകത്ത് എന്താണ് ഭാവിയിലേക്ക് വിജയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് തമിഴ് മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ എന്നുള്ളത് ഒരു ബൈൻഡഡ് ഫോർമുലയിൽ ഈ സിനിമയിൽ വിജയ് ചേർക്കും.
അതിനുള്ള എല്ലാ ഉദാഹരണങ്ങളും ഈ ട്രെയിലറിൽ തന്നെ ചെറിയ ചെറിയ സ്നിപ്പറ്റ്സ് ആയിട്ട് കാണുന്നുണ്ട്. ഭഗവന്ത് കേസരി എന്ന സിനിമയിൽ എടുത്ത് നോക്കിയാൽ പോലും ഇതിനകത്തുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. ഭഗവന്ത് കേസരിക്കകത്ത് ഇതുപോലെ സോഷ്യലായും പൊളിറ്റിക്കലായിട്ടും സംസാരിക്കാൻ കഴിയുന്ന സ്പേസ് ഉണ്ട്. അത് വിജയുടേതാക്കി മാറ്റി ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്താൽ 100% ആ ഒരു ഇഞ്ചക്ഷൻ വർക്കാവും. അത് ജനങ്ങൾക്കിടയിൽ ഓട്ടോമാറ്റിക്കലി ബാക്ക് ഓഫ് ദ മൈൻഡിൽ അത് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടാൽ 2026 വിജയ് മത്സരിക്കാൻ ഇറങ്ങുമ്പോഴേക്കും വിജയ്ക്ക് സുഖമായിട്ട് ജയിക്കാം. പക്ഷേ തമിഴക വെട്രിക്കഴകത്തിൻ്റെ രീതി എങ്ങനെയാണോ, അല്ലെങ്കിൽ തമിഴക വെട്രിക്കഴകത്തിന് ഭൂരിപക്ഷം കിട്ടുമോ എന്നൊന്നുമല്ല പറയുന്നത്. വിജയ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ വിജയ്ക്ക് പൂർണ്ണമായും മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ മാറുകയും ചെയ്യും. അതിനുള്ള എല്ലാ കളികളും വിജയ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായ മൈൻഡ് ഗെയിമാണ്. അത് ഒരു തരത്തിലുമുള്ള മോശം കളി എന്നുള്ള രീതിയിലല്ല, കൃത്യമായി മൈൻഡ് ഗെയിം അനുസരിച്ചുകൊണ്ട് വിജയ് കളിക്കുന്നുണ്ട്. ആ കളിയുടെ ഒരു ഫൈനൽ ലാപ്പിലേക്ക് എത്താൻ പോവുകയാണ്. ആ ഫൈനൽ ലാപ്പിൻ്റെ ലാസ്റ്റ് ചെക്ക് പോയിൻ്റാണ് ജനനായകൻ. ആ ജനനായകൻ്റെ ചെക്ക് പോയിൻറ്റ് കൃത്യമായി ഒരു ബുൾസൈ പോലെ 100/100 അടിച്ചാൽ അത് വിജയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഒരു ബൂസ്റ്റ് ചെറുതൊന്നുമല്ല. അതിലേക്ക് ഉറ്റുനോക്കുകയാണ് തമിഴ് സിനിമാ പ്രേക്ഷകരും തമിഴ് സിനിമാ ലോകവും.